അതിരപ്പള്ളിയിലെ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിയുടെ കാലിൽ പരിക്കേറ്റു. ആനയുടെ പരിക്ക് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ആനയ്ക്ക് തുടർ ചികിത്സ വേണമെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആനത്താരയിലെ കുപ്പിച്ചില്ലുകളും അതുപോലെ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ വെറ്റിലപ്പാറയിൽ നാളെ വാഴച്ചാൽ ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവും ഉണ്ടാകുമെന്നറിയുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ സൂരജ്. ഈ മാസം 2-ാം തീയതിയാണ് ഈ ഏഴാറ്റുമുഖം ഗണപതിക്ക് പരുക്കേറ്റു എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നമ്മുടെ മോർണിംഗ് ഷോയിലൂടെ പുറത്തുവിടുന്നത്. പിന്നീട് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തി. ഇന്ന് 3 വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഈ ആനയെ മണിക്കൂറുകൾ നീണ്ട ശ്രമം, അതായത് മണിക്കൂറുകളെടുത്താണ് ഈ ആനയെ നിരീക്ഷിച്ചത്. അതിനൊടുവിലാണ് ആനയുടെ മുൻവശത്തെ വലതുകാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ പരിക്കേറ്റു എന്ന സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആനയ്ക്ക് പരിക്കേറ്റു എന്ന് കാണിച്ചുകൊണ്ട് വാഴച്ചാൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് തന്നെ നൽകിയിരിക്കുകയാണ്. ആനയ്ക്ക് തുടർ ചികിത്സ വേണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഇനി നൽകേണ്ടത് സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഒരു തീരുമാനം പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ സർക്കാരിൽ നിന്നാണ് ഇനിയൊരു തീരുമാനം ഉണ്ടാകേണ്ടതുള്ളത്. എന്തായാലും 24 പുറത്തുവിട്ട ദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ആനയ്ക്ക് പരുക്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആനയ്ക്ക് ചികിത്സ വേണമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനിടെയാണ് ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചത്. ഇന്ന് വെറ്റിലപ്പാറ 14-ലാണ് ആന എത്തിയത്. ഈ വനംവകുപ്പ് ഈ നിരീക്ഷണമെല്ലാം പൂർത്തിയാക്കി ആന ഈ ചാലക്കുടി പുഴ കടന്ന് വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയ്ക്ക് അരികിലെത്തുന്ന ദൃശ്യമാണ്. ആനയുടെ ഈ കാലിലെ മുറിവടക്കം വെളിവാക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ഡ്രൈവിലേക്ക് കൂടി, അതായത് സ്വാഗതം ചെയ്യാവുന്ന ഒരു നടപടിയിലേക്ക് കൂടി വനംവകുപ്പ് കടന്നിരിക്കുന്നത്. അതായത് ഈ ആനത്താരയിൽ പലപ്പോഴും വിനോദസഞ്ചാരികൾ കുപ്പികളടക്കം വലിച്ചെറിയാറുണ്ട്. അങ്ങനെ ഈ കുപ്പിച്ചില്ലുകൾ ആനയുടെ കാലിൽ തറക്കുന്നു എന്നൊരു പരാതി നേരത്തെ വനംവകുപ്പിന് ലഭിച്ചതാണ്. ഇപ്പോൾ ഈ ഏഴാറ്റുമുഖം ഗണപതിയുടെ ദുരവസ്ഥ കൂടി മുൻനിർത്തിക്കൊണ്ട് ഈ ആനത്താരയിലെ കുപ്പിച്ചില്ലടക്കം നീക്കം ചെയ്യുക, അവിടുത്തെ മാലിന്യമടക്കം നീക്കം ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവിലേക്ക് കൂടി നാളെ വനംവകുപ്പ് കടക്കുകയാണ്. വാഴച്ചാൽ ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഡ്രൈവിൽ സന്നദ്ധ പ്രവർത്തകരടക്കം പങ്കാളികളാകുകയും ചെയ്യും. ഓക്കെ, സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്.